ഇന്ന് സമരക്കാർക്ക് ഒരു നിർണായക ദിവസമാണ്. റെസ്റ്റിംഗ് ഡേ ആണ്, ആലോചിക്കുന്ന ദിവസമാണ്. കാരണം നാളെ കേന്ദ്ര സർക്കാരിന് നിർണായകമായ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ കർഷക സംഘടനാ നേതാക്കളും കേന്ദ്ര സർക്കാർ തമ്മിലൊരു യോഗമാണ്. ഈ മാസം നടക്കുന്ന 4ാമത്തെ യോഗമാണ് നാളെ നടക്കുന്നത്. ഈ മാസം ഫെബ്രുവരിയിൽ 8-ാം തീയതി ഒരു യോഗമുണ്ടായിരുന്നു കർഷക സംഘടനാ നേതാക്കളുമായി, 12-ാം തീയതി യോഗമുണ്ടായിരുന്നു, 15-ാം തീയതി ഒരു യോഗമുണ്ടായിരുന്നു. നാളെ നടക്കുന്ന യോഗം ഒരു നിർണായകമായ ഒരു യോഗമാണ്. ഈ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ്. പക്ഷേ ചില കർഷക സംഘടനകൾ ഒരിക്കലും നടക്കാത്ത ചില ഡിമാൻഡുകളാണ് മുൻപോട്ട് വെക്കുന്നത്. കാരണം ലോക്സഭയിൽ തീരുമാനമെടുക്കേണ്ടത്, ലോക്സഭയിൽ പാസ്സാക്കേണ്ട ചില നിയമങ്ങൾ, ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞിട്ട് അത് പാസ്സാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിലെ ആ ഒരു സാങ്കേതികത്വം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ അവസരത്തിൽ വളരെ നിർണായകമായി മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കേജ്രിവാൾ ED സമൻസ് നൽകിയിരിക്കുന്നു. അത് തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ്. ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ പിന്നാലെ പായുന്നു. ഇവിടെയാണ് കർഷക സംഘടനകൾ പലതട്ടിൽ നിൽക്കുന്നത്. ചിലർക്ക് ഈ സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കിയാൽ മതി. കാരണം അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് ഇത് തങ്ങൾക്ക് കഴിയില്ല. ഇനി പുതിയതായി വരുന്നൊരു സർക്കാരിന് മാത്രമേ അതിന് കഴിയൂ. ഒരു ഉറപ്പ് നൽകാൻ പോലും തങ്ങൾക്ക് കഴിയില്ല. കാരണം സ്വാഭാവികമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉറപ്പ് നൽകുക എന്ന് ചോദിക്കുന്നു. കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം പിന്നീട് അത് രാജ്യസഭയിൽ എത്തേണ്ട നിയമം, ആ നിയമത്തിന് വേണ്ടി കടിപിടി കൂട്ടാതെ അതിലൊരു അയവ് വരുത്തിയാൽ ഒരുപക്ഷെ സമരം നാളെ അവസാനിച്ചേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.